ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ രാവിലെ കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ 10 മണിക്ക് മറ്റ് മരണാനന്തര ചടങ്ങുകൾ, സംസ്കാരം എന്നിവ തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഇപ്പോൾ വരുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം ഇപ്പോൾ എറണാകുളത്തുണ്ട്. ഏതൊരു പരിപാടിക്ക് ശേഷം ഇങ്ങോട്ട് വരുമെന്നാണ് ഇവിടുത്തെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ടൗൺ ഹാൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരിക. ടൗൺ ഹാൾ 1 മണി മുതൽ 3 മണി വരെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു ആളുകൾ വന്ന് കണ്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. ഇപ്പോൾ പരമാവധി ആളുകൾ ടൗൺ ഹാളിലേക്ക് എത്താനാണ്, അതായിരിക്കും സൗകര്യം. കാരണം ഇത് സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ്, പിന്നെ കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയുമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ടൗൺ ഹാളിൽ പൊതുദർശന വേളയിൽ എത്തുന്നതായിരിക്കും സൗകര്യം. ഓക്കെ. സംവിധായകൻ രഞ്ജി പണിക്കറിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. നാളെ 10 മണിയോടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. 10 മണിയോടെ കണ്ടനാടുള്ള വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം. ഇന്ന് 1 മണി മുതൽ 3 മണി വരെ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും എന്നതാണ്. അതിനുശേഷം കണ്ടനാട്ടിലുള്ള വീട്ടിലേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കും. നാളെ 10 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മലയാളികളുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസനാണ് വിട പറഞ്ഞിരിക്കുന്നത്. 48 വർഷത്തെ സിനിമാ ജീവിതത്തിനാണ് ഇപ്പോൾ ഒരു തിരശീല വീഴുന്നത്. മലയാളികൾ എന്നും ഓർത്തെടുക്കുന്ന ഒരു പിടി മലയാള സിനിമകൾ സമ്മാനിച്ചതിന് ശേഷമാണ് തുല്യ പ്രതിഭ വിടവാങ്ങുന്നത്. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് ഇപ്പോൾ തിരശീല വീണിരിക്കുന്നത്. രാവിലെയോടെയാണ് പൂന്തറയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ